അപ്പോൾ നമുക്ക് പെസഹ വ്യാഴാഴ്ച പള്ളിയിൽ പോയിട്ട് വരാം. ഇതാണ് ഗെറ്റപ്പ്. ചുരിദാറൊക്കെ വളരെ കുറവാണ് കയ്യിൽ, ഉള്ളതൊക്കെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ആക്ച്വലി വൈകുന്നേരം ഇംഗ്ലീഷ് കുർബാനയ്ക്ക് പോകാമെന്ന് വിചാരിച്ചു, കാരണം എൻ്റെ റൂംമേറ്റ് ജോലിക്ക് പോയിരിക്കുന്നുണ്ട്. പക്ഷേ ഇംഗ്ലീഷിൽ സത്യം പറയാമല്ലോ, എനിക്ക് ആമേൻ മാത്രമേ മനസ്സിലാവുള്ളൂ. ഞാൻ പണ്ടെപ്പോഴും കേട്ടിട്ടുണ്ട് കുർബാന നമ്മൾ പങ്കുചേരാനാണ് പോകുന്നത്, കാഴ്ചക്കാരാകാനല്ലെന്ന്. അപ്പം മനസ്സിലാകാത്തൊരു ഭാഷയിൽ പോയി കാണുന്നതിനേക്കാൾ ഭേദം ഇപ്പം ഏതായാലും പോകാൻ പറ്റുമല്ലോ മലയാളത്തിന്, അപ്പം മലയാളത്തിൽ പോകാമെന്ന് വെച്ച്. മലയാളം പോകാൻ പറ്റാത്ത അവസരത്തിൽ നമുക്ക് അന്യഭാഷകളെ സമീപിക്കാം. ബൈ. അധികവും വെള്ള വസ്ത്രങ്ങളായിട്ടോ ഇടുന്നത്. ദേ അമ്മച്ചിമാർ ചട്ടയും മുണ്ടും കവണി ഇട്ട് പോകുന്നൊരു ലുക്ക് എനിക്ക് തന്നെ തോന്നി. നല്ല വെയിലായിരുന്നു, പക്ഷെ ചെറിയൊരു പനിക്കുളുണ്ടായിട്ടും അതൊന്നും വകവെച്ചില്ല. പെസഹായുടെ ഓർമ്മകൾ ഭയങ്കര വിശേഷപ്പെട്ടതായിട്ടോ. അമ്മ പറയും പുതിയ പാത്രങ്ങളൊക്കെ വാങ്ങണം, പാല് കാച്ചാനും അപ്പം മുറിക്കാനുമായിട്ട്. ഞങ്ങളുടെ അങ്ങോട്ടൊക്കെ കുടുംബത്തിലെ കുടുംബനാഥന്മാരാ പെസഹ പാല് കാച്ചണ്ടേന്ന് പറയും. ഇച്ചാച്ചനും പിന്നീട് ചാച്ചനും ഒക്കെ ആയിട്ട് ഞാൻ കണ്ടുവന്നിട്ടുണ്ട്. വെരി സ്പെഷ്യൽ ആ പെസഹ അപ്പവും പാലിനും വേണ്ടി വർഷത്തിലൊരിക്കൽ മാത്രമുള്ള വെയിറ്റിങ്ങാണ്. പക്ഷേ എനിക്ക് സങ്കടം കേട്ടോ തോന്നിയത്. ശരിക്കും പറഞ്ഞാൽ ഈ മലയാളം കുർബാന കൂടാനുള്ള സാഹസത്തിനൊക്കെ പുറപ്പെടുമ്പോൾ മനസ്സിൽ ചെറിയ ഒരു വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു, ഇത്തിരി പെസഹാപ്പും പാലും ഒക്കെ കഴിക്കാമെന്ന്. പക്ഷേ വെരി ഡിസപ്പോയിൻറ്റഡ്, സംഭവമൊന്നും കിട്ടിയില്ല. എങ്കിലും നല്ലൊരു കുർബാന അർപ്പിച്ചതിൻ്റെ ഒരു സന്തോഷം തോന്നി. പഴയ നിയമത്തിൽ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ഓർമ്മയാണല്ലോ. പെസഹായൊക്കെ കൂടി തിരിച്ചു വന്നു. 2 മണിക്കൂർ നല്ല അടിപൊളി കുർബാനയുടെ പാട്ട് കുർബാനയായിരുന്നു. അതൊക്കെ താളത്തിൽ വെള്ളമെടുത്ത്, അതുപോലെ തന്നെ നമ്മുടെ വിശ്വാസ പ്രമാണം പാട്ടൊക്കെ ആയിട്ട് പാടിയപ്പോൾ കിട്ടിയൊരു എന്താ പറയുക, ഇതാണ് മലയാളം കുർബാന. കൂടാൻ പറ്റുന്നിടത്തോളം കൂടുക, ഒരു ഇമോഷണലായിട്ട് നമുക്ക് കണക്റ്റ് ആകാൻ പറ്റും. നമ്മൾ അതിൽ ശരിക്കും പങ്കുചേരുന്ന പോലെ തോന്നും. ഇനി അറിയില്ല കേട്ടോ ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ മലയാളം കൂടാൻ പറ്റുമോന്ന്. അപ്പം ബൈ. ഹാപ്പി പെസഹ വ്യാഴം, എന്താ പറയുക, ഹാപ്പി മോണ്ടി തേഴ്സ്ഡേ. ചൂടെ പറഞ്ഞാൽ നമ്മുടെ ലാസ്റ്റ് സപ്പർ. അപ്പോൾ ഈശോ തന്നെ ശരീരവും രക്തമൊക്കെ മുറിച്ച് സിംബോളിക്കായിട്ട് കുർബാനയെ സെറ്റ് ചെയ്തു. ദേ ഇത് പഴയൊരു പെസഹാചരണമാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ ഇങ്ങനെയാണ്, ബൈബിളൊക്കെ എടുത്ത് ബൈബിൾ ഭാഗമൊക്കെ വായിച്ച് പള്ളിയിലെ ആരാധനയും പെസഹായും കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ വീട്ടിൽ വന്നിട്ട് മുറിക്കും. എന്നിട്ട് ആ കറക്റ്റ് ബൈബിൾ ഭാഗമൊക്കെ വായിച്ച്, ഇതൊരു പഴയ പെസഹായാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, എന്തോ കാരണം കൊണ്ട് അപ്പം പുഴുങ്ങാൻ പറ്റിയില്ല, അതുകൊണ്ട് റൊട്ടിയാണ് വാങ്ങിയത്. പക്ഷെ പാലൊക്കെ കാച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളുടേതായ ഒരു ചെറിയ ലോകത്ത് മനോഹരമായി അലങ്കരിച്ച ആ ഒരു കുഞ്ഞ് പെസഹാചരണം. ചാച്ചനാണ് ബൈബിളൊക്കെ എടുത്ത് വായിച്ച് അപ്പം മുറിച്ച് മുതിർന്നവർക്ക് ആദ്യം കൊടുക്കും. ചാച്ചൻ്റെ പങ്കെടുത്ത് മാറ്റിവെക്കും കുടുംബനാഥനെന്ന നിലയിൽ. പിന്നെ അമ്മ, പിന്നെ ഞാൻ, ചേച്ചി, ലൂക്ക് വന്നേ പിന്നെ ലൂക്കു, അതാണ് ഓർഡർ. അപ്പം ബൈ. സോ അന്ത്യത്താഴവും വിശുദ്ധ കുർബാനയുടെ ഓർമ്മയും ഒക്കെ.